കലക്കൽ വിവാദത്തിൽ സുരേഷ് ഗോപി ആംബുലൻസിൽ വന്ന സംഭവത്തിൽ PR ഏജൻസി ജീവനക്കാരന്റെ മൊഴിയെടുത്തു. വരാഹി ഏജൻസിയുടെ അഭിജിത്തിനെയാണ് മൊഴിയെടുക്കാൻ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുള്ളത്. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്തിരുന്നത് അഭിജിത്തിന്റെ നേതൃത്വത്തിലാണ്. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുകയാണ്. ലിഷോയ്, വരാഹിയിൽ നിന്ന് അന്വേഷണ സംഘം തിരക്കുന്ന വിവരങ്ങൾ എന്താണ്? അതായത് സുരേഷ് ഗോപി ആ പൂരം കലങ്ങിയ ദിവസം രാത്രി തിരുവമ്പാടി ദേവസ്വം ഓഫീസിലേക്ക് ആംബുലൻസിൽ എത്തിയത് ഏറെ വിവാദമായിരുന്നു. എങ്ങനെയാണ് ഇങ്ങനെ ഈ എല്ലാ ഭാഗങ്ങളും അടച്ചു കിട്ടിയ സമയത്ത് സുരേഷ് ഗോപി അവിടേക്ക് എത്തിയത്? അതുപോലെ തന്നെ ആംബുലൻസ് ദുരുപയോഗം ചെയ്തു, അതിന് ആരൊക്കെയാണ് അതിന് സഹായിച്ചത്? ആംബുലൻസ് നിയമപരമല്ലാത്ത രീതിക്കാണ് ഇത്തരത്തിൽ ഈ സ്വരാജ് റൗണ്ടിലേക്ക് എത്തിച്ചതും അതിനോടൊപ്പം തന്നെ ഈ ആംബുലൻസിൽ സുരേഷ് ഗോപി കയറി, അതായത് രോഗികൾക്ക് മാത്രം പോകേണ്ട ആംബുലൻസിൽ സുരേഷ് ഗോപിയെ എത്തിച്ചത് എങ്ങനെയെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാമാണ് പ്രധാനമായും തിരക്കുന്നത്. അതിൽ ആംബുലൻസ് ഡ്രൈവറെ അന്ന് ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസിന് ലഭിച്ച വിവരം വരാഹി ഏജൻസിയുടെ ജീവനക്കാരനായ അഭിജിത്ത് നായരാണ് ഈ സേവാഭാരതിയുടെ ആംബുലൻസ് ഇവിടേക്ക് എത്തിച്ചത്. അതിനോടൊപ്പം തന്നെ സുരേഷ് ഗോപിക്ക് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ട് എന്ന് വിവരം നൽകിയതും സുരേഷ് ഗോപിയുടെ ഇവിടെ എത്തണമെന്ന് ആവശ്യപ്പെട്ടതും അഭിജിത്താണ്. അതുകൊണ്ട് തന്നെയാണ് അഭിജിത്തിനെ ഇപ്പോൾ മൊഴിയെടുക്കാനായി വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അഭിജിത്തിൽ നിന്ന് ആ ഒരു സാഹചര്യവും അതിനോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയായിരുന്നു എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ തേടുകയാണ് പ്രധാനമായും ഈസ്റ്റ് പോലീസ്. പൂരം കലക്കൽ വിവാദത്തിൽ സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോലീസിന്റെ അന്വേഷണം പോവുകയാണ്. ഏതായാലും രാഷ്ട്രീയമായ പല മാനങ്ങളുണ്ട് പൂരവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനും പൂരവുമായി ബന്ധപ്പെട്ട് അതുണ്ടായ വിവാദങ്ങളിലും അതിന്റെ തുടർച്ചയായി ഉണ്ടായ പ്രതികരണങ്ങളും എല്ലാം രാഷ്ട്രീയമായ മാനമുണ്ട്. അതുകൊണ്ട് ഈ അന്വേഷണമൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴും ആളുകൾ ചില നിഗമനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ആളുകളുടെ യുക്തി അനുസരിച്ച് അവിടെ നടന്നത് എന്താണെന്ന് വിശകലനം ചെയ്യുന്നുണ്ടാകും. പോലീസിന്റെ അന്വേഷണത്തിലൊക്കെ എത്രത്തോളം എല്ലാവർക്കും വിശ്വാസമുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് വ്യക്തിപരമായി സംശയം. ആംബുലൻസിലാണ് താൻ എന്ന് വന്ന ആ മായക്കാഴ്ച അത് അങ്ങനെയല്ലെന്ന് തെളിയിക്കാൻ പിണറായി വിജയന് കഴിയുമോ എന്നൊക്കെ സുരേന്ദ്രനെ തിരുത്തിക്കൊണ്ട് വന്ന വഴിയിൽ മർദ്ദനമേറ്റു എന്ന് കൂടി അന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. വന്ന വഴിയിൽ മർദ്ദനമേറ്റ് എതിർപ്പുകൾ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നാണ് ആംബുലൻസിൽ വരുന്നത് എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ വിവിധ തരത്തിൽ അവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ച് വിവിധ തരത്തിൽ വിവിധ കോണുകളിൽ നിന്ന് വിവിധ ആംഗിളുകളിലായിരുന്നു അന്നത്തെ അഭിപ്രായ പ്രകടനമൊക്കെ വന്നത്. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ പോലീസ് അന്വേഷണമൊക്കെ നടക്കുന്നത്.